മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാടിന് ഉചിതമായ സ്മാരകമൊരുക്കേണ്ടതുണ്ടെന്ന് KS ഹംസ. മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാടിന് ഉചിതമായ സ്മാരകമൊരുക്കേണ്ടതാണെന്നും വിജയിച്ചാൽ അതിനാവശ്യമായ നടപടിയെടുക്കുമെന്നും പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ വ്യക്തമാക്കി. മേൽപ്പത്തൂരിന്റെ സാഹിത്യ സംഭാവനകൾ വിവരണാതീതമാണ്. അതിനൊത്ത സ്മാരകം ഇതുവരെ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അർഹമായ സ്മാരകം പണിയാൻ നടപടിയെടുക്കുമെന്നും ഇദ്ദേഹം വിശദീകരിച്ചു. മേൽപ്പത്തൂർ എനിക്കെന്നും ഒരു പ്രചോദകദായനീ തീർത്ഥമായിരുന്നു. എൻ്റെ വായനയിലും എൻ്റെ പഠിപ്പിലും ഒക്കെ മേൽപ്പത്തൂർ ചെലുത്തിയ സ്വാധീനം വളരെ വലുതായിരുന്നു. മേൽപ്പത്തൂരിനെ എന്നും ആദരിക്കും. ആദരവോടുകൂടിയാണ് ഞാൻ മേൽപ്പത്തൂരുമായി ബന്ധപ്പെട്ട എല്ലാ കഥകളും വായിക്കാറുണ്ട്. അതിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനമായൊരു ഐതിഹ്യം മേൽപ്പത്തൂർ പൂന്താനത്തിൻ്റെ വരികൾക്ക് ആമുഖം എഴുതാൻ വേണ്ടി പൂന്താനം സമീപിച്ചുവെന്നും പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാന പച്ച മലയാളത്തിലായതുകൊണ്ട് മേൽപ്പത്തൂർ അതിന് വലിയ പരിഗണന കൊടുത്തില്ല. ഇത്തിരി അവഗണന രീതിയിൽ മറ്റാരെങ്കിലും മലയാളം കവിതയെ കൊണ്ട് എഴുതിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു വിട്ടു എന്നുമാണ്. ദുഃഖിതനായ പൂന്താനം ഗുരുവായൂർ സന്നിധിയിൽ തൻ്റെ ദുഃഖം സമർപ്പിച്ചപ്പോൾ ഗുരുവായൂരപ്പൻ വെളിപാട് ഉണ്ടായി എന്നിട്ട് വെളിപാടിൽ പറഞ്ഞു, കേളിയേറിയ മേൽപ്പത്തൂരിൻ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് ഗുരുവായൂരപ്പൻ അരുളിയുണ്ടായി എന്നുമാണ് ഐതിഹ്യം. എന്തായിരുന്നാലും ഇവിടെയുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മേൽപ്പത്തൂരിൻ്റെ ഇല്ലം ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. ആ സ്ഥാനത്ത് ഇന്നിപ്പോൾ ഒരു ചെറിയ സ്മാരക മന്ദിരം പണിതിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വകയാണെന്ന് കണക്കാക്കുന്നു. പോരാ, മേൽപ്പത്തൂരിന് അർഹിക്കുന്ന ഒരു സ്മാരകം ആയിട്ടില്ല. മേൽപ്പത്തൂരിന് അർഹിക്കുന്ന ഒരു സ്മാരകം നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം അത് മലയാള സാഹിത്യത്തിന്, മലയാള തറവാട്ടിന് നമ്മൾ സമർപ്പിക്കുന്ന ഒരു വലിയ കാണിക്കയായി മാറും എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇവിടെ നൽകിയ നല്ല ഊഷ്മളമായ ഈ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തട്ടെ.